കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സാമൂഹ്യ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വലിയ ഒരു ഭീഷണി ഇന്ന് ജീവിക്കുന്ന തലമുറക്കും വരും തലമുറക്കും വരാൻ ഇടയാകുമാറ് അധാർമികതയുടെ ഒരു കൂത്തരങ്ങായി നമ്മുടെ നാടും ലോകവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ വിശ്രുതമായ ഒരു കവിതയിൽ മനോഹരമായി ഈ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ നടുങ്ങും കശാപ്പ് പുരയാണ്, കണ്ടിയില്ലയോ ദേവി നീധരാതലം, സത്യവും ധർമ്മവും കാലുകുത്തിയിടാത്ത തപ്ത മണൽപ്പര പാണിധരാതലം, എങ്ങും ഇരുട്ടാണ് ഉറക്കമാണ് ആശിപ്പത് ഇങ്ങുള്ളവരുണർവല്ല വെളിച്ചവും എന്ന് ഇത്തരം അരാജകത്വ വാദങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ വേറൊരു വഴിക്ക് ഈ അരാജകവാദത്തിന് കുടപിടിക്കുന്ന രൂപത്തിൽ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം, എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്നിലമൻ മനം മൂളിപ്പറക്കണം എന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, സന്തോഷിച്ച് എല്ലാറ്റിനെയും ചവിട്ടി മെതിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും, വേറൊരു ഭാഗത്ത് ഈ ലോകം ഇങ്ങനെയായി പോയല്ലോ എന്ന് വിലപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. വാസ്തവത്തിൽ അതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ്. ഇവിടെയാണ് ഈ പ്രമേയം പ്രസക്തമാവുന്നത്. ഇങ്ങനെ ആയാൽ മതിയോ? ഒരു കാലത്ത് യൂറോപ്യൻ നാടുകളിൽ അവർ പരീക്ഷിച്ച് ഇത് പരാജയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും കുടുംബ സംവിധാനത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് $5 ലക്ഷം തരാം. നിങ്ങൾക്ക് കുഞ്ഞ് ജനിക്കുമോ? ഓരോ കുഞ്ഞിനും $1 ലക്ഷം വെച്ച് തരാം. നിങ്ങൾ വീട് വെച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? വീട് വെച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടങ്ങൾ ഇന്ന് വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും കൈയൊഴിച്ചതിൻ്റെ ദുരന്ത ഫലം അനുഭവിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാടുകളിൽ ആ രംഗത്തേക്ക് നടന്നു പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദ വീക്ക് എന്ന് പറയുന്ന വാരികയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഹാപ്പിലി സിംഗിൾ എന്നതായിരുന്നു. സന്തോഷത്തോടെ ഒറ്റക്ക് ജീവിക്കുക, ഇതായിരുന്നു അതിൻ്റെ കവർ പേജിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇന്ത്യയിലെ സെലിബ്രിറ്റികളായ പ്രഗത്ഭരായ പ്രശസ്തരായ സിനിമാ നടികൾ, സിനിമാ നടന്മാർ വിവാഹ കുടുംബജീവിതം നയിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പഠനമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതായിരുന്നു വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, അതിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നായിരുന്നു ഇവരുടെ സന്ദേശം. അതേ സമയത്ത് തന്നെ മലയാളക്കരയിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ജീവിതം ഐസ്ക്രീം പോലെയാണ്, അത് അലിഞ്ഞു തീരുന്നതിന് മുമ്പ് ആസ്വദിക്കണം എന്ന് അഭിമുഖം കൊടുക്കുന്ന തിരക്കിലായിരുന്നു ആളുകൾ. പ്രത്യേകിച്ചും ചില സെലിബ്രിറ്റികളായ നടികൾ. എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളക്കരയിൽ പോലും നമ്മുടെ ധാർമ്മികത തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല, ഇന്ന് പല പെൺകുട്ടികൾക്കും വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട, ഇതൊരു ഭാരമാണ്, ഞാൻ ഫ്രീ ആണ്, മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം അതെൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിനെ നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രവണതയാണ് കാണുന്നത്. അതേപോലെ തന്നെ ലെസ്ബിയനിസം, ബൈസെക്ഷുവാലിറ്റി, ഗേ കൾച്ചർ, ഇങ്ങനെ നിരവധി പേരുകളിൽ പാശ്ചാത്യന്മാരുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന
അതിൻ്റെ പേരിൽ എയ്ഡ്സ്, സിഫിലിസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് പോലെയുള്ള മാരകമായ ലൈംഗിക രോഗങ്ങൾക്ക് വിധേയരായി അവരൊക്കെ പാഠം പഠിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നു. വിവാഹം വേണ്ടതില്ല, പകരം പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല, അതുകൊണ്ട് കാര്യം കഴിഞ്ഞാൽ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്ന പാട്ടുമെഴുതി സിനിമക്കാരൻ കാശുമുണ്ടാക്കിയിട്ട് ആ സിനിമയിൽ അഭിനയിച്ച നടിമാരെ കൊണ്ട് ഞങ്ങളിപ്പോൾ ലിവിങ് ടുഗദറിലാണ് എന്ന് നെടുനെടുങ്കൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് സകലമാന മൂല്യങ്ങളെയും ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അരാജകവാദം തിരുത്തുക എന്ന് പറയുന്ന ISMന്റെ ഈ പ്രമേയം പ്രസക്തമാവുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാഹിത്യ രംഗത്ത് പ്രക്ഷോഭിച്ച് നടന്ന ആളുകൾ ഇത് ചെയ്തത് കൊണ്ടുണ്ടായ ദുരന്ത ഫലങ്ങൾ എത്രയോ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഗോഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു എന്ന് പറഞ്ഞ നീഷെ, ആ നീഷെ 1889 ജനുവരി 3 ചിത്തഭ്രമത്തിനടിപെട്ട് മുഴുഭ്രാന്തനായി മാറി. അദ്ദേഹം ദൈവത്തെ കൊന്നുകളഞ്ഞ ആളായിരുന്നു. ദൈവം മരിച്ചു, ഇനി ദൈവം വേണ്ട, ദൈവമില്ലെങ്കിൽ പിന്നെ ദൈവത്തെ ഭയപ്പെടേണ്ട, ദൈവം പറഞ്ഞ വഴിയിലൂടെ ജീവിക്കേണ്ട, ധാർമ്മികത മുറുകെ പിടിക്കേണ്ട, തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ 1900 ഓഗസ്റ്റ് 25 അദ്ദേഹം മരിച്ചു പോകുമ്പോൾ സിഫിലിസ് എന്ന് പറയുന്ന മാരകമായ ലൈംഗിക രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പതനം. ചാൾസ് ഡിക്കൻസ് നിരവധി നോവലുകളിലൂടെ ലോകമാസകനമുള്ള, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സാഹിത്യ ആസ്വാദകരെ ആകർഷിച്ച മഹാനായ സാഹിത്യകാരൻ, വലിയ പണക്കാരനായി മാറിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് പാവപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് പണത്തിന്റെ ഉത്തുംഗതയിലെത്തിയ ആ മനുഷ്യൻ, അദ്ദേഹം ഇതുപോലെയുള്ള അധാർമികതയുടെ ജീവിതം നയിച്ചപ്പോൾ വിഷാദ രോഗിയായി മാറി. ധൂർത്തടിച്ച് ജീവിച്ചത് കൊണ്ട് ദാരിദ്ര്യമായി. അദ്ദേഹത്തിന്റെ 10 മക്കൾക്ക് ജന്മം നൽകിയ അമ്മ കാതറിൻ ഹോഗാർത്ത് 22 കൊല്ലം അദ്ദേഹത്തിന്റെ ഭാര്യയായി കൂടെ ജീവിച്ചിട്ട് അവസാനം ഇദ്ദേഹത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതവും ദാരിദ്ര്യവും സഹിക്കാനാവാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി എന്നാണ്. അതോടുകൂടി വിഷാദ രോഗിയായി മാറി മരിച്ചുപോയ സങ്കടകരമായ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത്. ലിയോ ടോൾസ്റ്റോയ് ലോകപ്രശസ്ത സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും ഇങ്ങനെ തന്നെയായിരുന്നു, കുത്തഴിഞ്ഞ ജീവിതം. പാവങ്ങൾ എന്ന നോവൽ എഴുതിയ വിക്ടോർ യൂഗോ 1885 മെയ് 22 മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും ബാക്കിയാക്കിയത് കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ഒരു ഭാഗത്ത് അവരുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അവരുടെ എല്ലാ മഹത്വങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ ഈ കുത്തഴിഞ്ഞ അരാജക ജീവിതം അവരുടെ ആ വ്യക്തിപ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചതിന്റെ ചരിത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, വായിക്കാൻ കഴിയുന്നത്. Let us have wine, women, mirth and laughter. Your sermons and soda water the day after. ഞങ്ങൾക്ക് വേണ്ടത് കള്ളാണ്, ഞങ്ങൾക്ക് വേണ്ടത് പെണ്ണാണ്, ഞങ്ങൾക്ക് വേണ്ടത് സന്തോഷമാണ്, പൊട്ടിച്ചിരികളാണ്. നിങ്ങളുടെ വയല് വേണ്ട, നിങ്ങളുടെ സതുപദേശങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കവിത എഴുതിയ ലോർഡ് ബൈറൻ, അദ്ദേഹത്തിന്റെ ജീവിതവും കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. അദ്ദേഹവും ഇങ്ങനെ തന്നെയാണ് വിട പറഞ്ഞു പോയത്. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവവിശ്വാസമുള്ള, പരലോക ബോധമുള്ള, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ള മാതാപിതാക്കൾ, മോനെ നീ ഇങ്ങനെയൊന്നും ജീവിക്കല്ലേ, നീ വഴിവിട്ട ജീവിതം നയിക്കല്ലേ, നീ നേരാംവണ്ണം ജീവിക്കണം എന്ന് സതുപദേശം നടത്തുമ്പോ
ആ മോൻ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? എത്ര ആളുകളാണ് മുമ്പ് മരിച്ചുപോയത്, അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇതൊക്കെ അസാതീറുൽ അവ്വലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്, പറഞ്ഞ് പേടിപ്പിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ ഇന്ന് നമ്മുടെ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ, റീലുകൾ, അതേപോലെ തന്നെ യൂട്യൂബ്, ഇന്റർനെറ്റ്, ഇതുപോലെയുള്ള വിവിധ ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതിലൂടെയൊക്കെ പുറത്തു വരുന്ന ഓരോ സൃഷ്ടികളും മൂല്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾ ഒരുപക്ഷെ വായ കൊണ്ട് ചോദിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളെ എന്നത് അറബിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമ്മളോട് ചോദിക്കുന്നില്ലെങ്കിലും അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതല്ലേ ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ അരാജകവാദം തിരുത്തുക എന്നുള്ള ആഹ്വാനം നമ്മൾ മുഴക്കുന്നത്. ഇത് മുഴക്കൽ നമ്മളുടെ ആവശ്യമാണ്. ഇത് മതത്തിന്റെ സത്തയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഇതിന്റെ ഈ ആശയം വേറൊരായത്തിലൂടെ നേരത്തെ ഉദ്ഘാടനത്തിൽ പറയപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് അവർക്ക് സംസ്കരണം സാധിച്ചെടുത്തു. തിലാവത്ത്, തസ്കിയത്ത്, തഅലീം, ഈ 3 പ്രക്രിയയിലൂടെയാണ് മഹാനായ പ്രവാചകൻ ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത്. ചരിത്രകാരനായ ഗിബ്ബൺ, the human brute almost without senses is poorly distinguished from the rest of the animal creation എന്ന് എഴുതി വെച്ച ഒരു തലമുറ, ഒരു മനുഷ്യമൃഗം മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന ഒരൊറ്റ ഗുണവും അവന് പറയാനുണ്ടായിരുന്നില്ല. വാർ, വൈൻ, വിമൻ, ഇതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ മുദ്രാവാക്യം. വർഗീയതയായിരുന്നു അവരുടെ ആപ്തവാക്യം. അതിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവന്ന് ഏകദൈവ വിശ്വാസത്തിലൂടെ, ഏക മാനവികതയിലൂടെ, പരലോക ബോധത്തിലൂടെ അവരെ സംസ്കരിച്ചു കൊണ്ടുവന്ന പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം. അങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് നന്മ പകർന്നു കൊടുത്തു, അവരെ നന്നാക്കി കൊണ്ടുവന്നു. ഇതിനു മുമ്പ് അവർ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. അതേ വഴികേടിലേക്കാണ് നമ്മുടെ തലമുറയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നന്മയുടെ ധ്വജവാഹകരാവാൻ നമുക്ക് സാധിക്കണം. ശ്രീമദ് ഭഗവത്ഗീതയിൽ മഹാനായ കൃഷ്ണൻ നൽകുന്ന ഉപദേശത്തിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട്. അല്ലയോ അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച് അധർമ്മത്തിന് ഉത്ഥാനം ലഭിക്കുന്നുവോ, എപ്പോഴൊക്കെ സാത്വികന്മാരായ സാധുക്കളായ ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരുന്നുവോ, അവരെ ആ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അധർമ്മത്തിനെതിരെ അടരാടാൻ യുഗയുഗാന്തരങ്ങളായി ഞാൻ അവതരിക്കുക തന്നെ ചെയ്യും. സംഭവാമി യുഗേ യുഗേ. ആ ശ്രീകൃഷ്ണന്റെ ദൗത്യമാണ് ഹൈന്ദവ സഹോദരന്മാർക്ക് നിർവഹിക്കാനുള്ളത്. കാരണം ഇത് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും വ്യക്തിപരമായ പ്രശ്നമല്ല, മതപരമായ വിഷയമല്ല, ഇത് സമൂഹത്തിന്റെ വിഷയമാണ്. 2 കൊല്ലം മുമ്പാണ് കൊല്ലം ജില്ലയിലെ ഒരു അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് എന്റെ മകൻ കുടിച്ചു വന്ന് എന്റെ മുടിക്കുത്തിന് കുത്തിയിട്ട് എന്റെ ഭർത്താവ് പൊട്ടിച്ചിരിക്കുമ്പോൾ എന്നെ മാനഭംഗം ചെയ്യുന്നു, എന്റെ മകനിൽ നിന്ന്, എന്റെ ഭർത്താവിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. ഇത് കൊല്ലം ജില്ലയിലാണ്. ഭാര്യയെ വിവാഹം കഴിച്ച് നല്ല സർക്കാർ ജോലി ഉണ്ടായിട്ടും
മൂർഖൻ പാമ്പിനെ കൊണ്ട് കൊന്നുകളഞ്ഞത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ തിരുവനന്തപുരം ജില്ലയിലാണ്. എവിടെയാണ് അധാർമികതയുടെ അരാജകത്വത്തിന്റെ വ്യാപനത്തിന് കുറവുള്ളത്? എല്ലായിടത്തും. തിരുവനന്തപുരത്ത് നമ്മുടെ മേലെ കൂടി പറന്ന് നടക്കുന്ന ഒരു കാക്ക ഒരു ഇലക്ട്രിക് ലൈനിൽ തട്ടിയിട്ട് ഷോക്കേറ്റ് പിടഞ്ഞു വീണ് ചത്താൽ ബാക്കിയുള്ള എല്ലാ കാക്കകളും അവിടെ പറന്നു വന്ന് കൂട്ടത്തോടെ ഒരു കരച്ചിൽ നടത്തും, അനുശോചന കരച്ചിൽ അല്ലേ? കാക്ക മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, മരിച്ചു വീണ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹജീവിക്ക് വേണ്ടിയാണ് ആ കരച്ചിൽ നടത്തുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിൽ അന്യനാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി വന്ന ഒരു സഹോദരനെ ഇഞ്ചിഞ്ചായി അതിനിഷ്ഠൂരമായി അടിച്ചു കൊന്നത്, അത് നോക്കി നിന്നത് മനുഷ്യന്മാരാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഹേ മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്ന് നാം പടച്ചിരിക്കുന്നു. നിങ്ങളൊരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. രഘുവംശം മഹാകാവ്യത്തിന്റെ പ്രാരംഭത്തിൽ ജഗദപ്പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ, ഈ ജഗത്തിന്റെ ആദി മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ആദി മാതാപിതാക്കൾ പാർവതിയും പരമേശ്വരനുമാണ് എന്ന് പഠിപ്പിച്ച മഹിതമായ ഭാരതീയ ദർശനത്തിന്റെ അനുയായികൾ ബൈബിൾ പഴയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ആദി മാതാപിതാക്കളായ ആദാമിനെയും ഹവ്വയെയും കുറിച്ച് പഠിച്ചിട്ടുള്ള നമുക്ക് ഈ സാഹോദര്യ ബന്ധം എവിടെയാണ് കൈമോശം വന്നു പോയത്? എവിടെയാണ് വർഗീയതയുടെ, വിഭാഗീയതയുടെ ഈ സന്ദേശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള ഇടമുണ്ടായത്? ഇതൊക്കെ അരാജകവാദം കടന്നു വരുന്നതിനുള്ള വഴികളാണ്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഉണർന്നെണീറ്റ് തിന്മക്കെതിരെ അതിശക്തമായ കരുതലും കാവലും നടത്തണം എന്നുള്ള ആഹ്വാനത്തിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കൈകൊണ്ട് അത് തടയണം. കൈകൊണ്ട് നിങ്ങൾക്ക് ആ തിന്മ തടയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് തടയണം. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾക്കത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും അതിനോടുള്ള വെറുപ്പ് നിങ്ങൾ പ്രകടിപ്പിച്ച് മാറി നിൽക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരം തിന്മകൾക്കെതിരെ അതിശക്തമായ ഉണർത്തുപാട്ടായി ഉയർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ നാടുകളിൽ ഹിപ്പി പ്രസ്ഥാനത്തിന്റെ ആളുകളും ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകളും കടന്നു വന്ന് അഴിച്ചുവിട്ട ഈ നെറികേടുകളുടെ പ്രത്യയശാസ്ത്രം അവരത് കൈയൊഴിച്ചു. അവർ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു. അത് കഴിഞ്ഞ് അവർ കൈയൊഴിക്കുമ്പോഴേക്ക് മുതലാളിത്ത കമ്പോള സംസ്കാരത്തിന്റെ ആളുകൾ പെണ്ണുടലിന്റെ മഹിമ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുഴുവൻ പരസ്യങ്ങളുടെയും കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന്റെ ജീർണതകൾക്ക് വഴിവെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഇമ്പാക്ട് എത്രയാണ് എന്ന് ചോദിച്ചാൽ എല്ലാ തുണിക്കടകളുടെയും എല്ലാ ജ്വല്ലറികളുടെയും എല്ലാ ചെറിയ പെട്ടിക്കടകളുടെയും ഉദ്ഘാടനം നടത്താൻ വരുന്ന സ്ത്രീകൾ ശരീരത്തിന്റെ ഏറ്റവും കുറച്ചു ഭാഗം മാത്രം മറച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിക്കാം എന്ന് പ്രദർശിപ്പിച്ചു കൊണ്ടുവരികയാണ്. അതിന്റെ പേരിൽ എന്നിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, റീൽസ് ഉണ്ടാക്കാൻ, അതിന്റെ മഹത്വം പബ്ലിഷ് ചെയ്യാൻ, അതിന്റെ പേരിൽ വിവാദങ്ങളും മറ്റും ഉണ്ടാക്കാൻ അതിനുള്ള ഒരു ട്രെൻഡ് തന്നെ വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മളുടെ കണ്ണുകൾ പാലിക്കേണ്ട മര്യാദകൾ. ലൈംഗിക സദാചാര ബോധത്തെക്കുറിച്ച് മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, വലാ തഖറബു സിന,
എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത്. അതേപോലെ തന്നെ കണ്ണുകളുടെ സിന എന്ന് പറയുന്നത് നോട്ടമാണ്, കാതുകളുടെ സിന എന്ന് പറയുന്നത് കേൾവിയാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് പ്രസക്തമായി മാറുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് പാശ്ചാത്യന്മാർ ഇപ്പം മാറി 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 ഇപ്പോൾ എത്രയോ നന്നായി. പക്ഷേ മാറാത്ത നാടുകളിൽ അതിന്റെ പ്രയാസങ്ങളുണ്ടായി. അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറായി മാറിയിട്ടുള്ള ഫാദർലെസ് അമേരിക്ക, confronting our most urgent social problem എന്ന പേരിൽ ഡേവിഡ് ബ്ലാങ്കൻഹോൺ എഴുതിയ പുസ്തകം ചർച്ച ചെയ്യുന്നത് അമേരിക്കയിൽ ജനിച്ചു വീഴുന്ന 3 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ആരാണ് സ്വന്തം പിതാവ് എന്നറിയില്ല എന്ന പ്രമേയമാണ്. 33% കുട്ടികൾ സ്വന്തം പിതാവിൻ്റെ സ്നേഹവും ലാളനയും പരിഗണനയും ഏറ്റു വളരാത്തത് കൊണ്ട് അമേരിക്കയിലെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നു, അമേരിക്കയിലെ എല്ലാ ക്രിമിനൽ കേസുകളിലും ഈ 33%ത്തിൽപ്പെട്ട ആളുകളാണ് 95%-ലേറെയും പെടുന്നത്. കുടുംബ സംവിധാനം തകർന്ന് തരിപ്പണമായപ്പോ അതിന്റെ പ്രത്യാഘാതമാണിത്, അതിന്റെ ഭവിഷ്യത്താണിത്. വീണ്ടും അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ഫാമിലീസ് വിതൗട്ട് ഫാദേഴ്സ്, ഫാദർഹുഡ്, മാരേജ് ആൻഡ് ചിൽഡ്രൻ ഇൻ അമേരിക്ക, ഡേവിഡ് പോപ്പിനോ വേറൊരു പുസ്തകം എഴുതി ഏതാനും വർഷങ്ങൾക്ക് ശേഷം. പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സെക്രട്ടേറിയറ്റിന്റെ പുറകിൽ അവിടെയുള്ള സ്കൂളിന്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം ഒരു അമ്മത്തൊട്ടിൽ. എന്തിനാണ് അമ്മത്തൊട്ടിൽ കേരള സർക്കാർ കൊണ്ടുവന്നത്? അത് തമിഴ്നാട്ടിൽ ജയലളിത തമിഴ്നാട്ടിലെ ഒരു ജില്ലയിൽ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന പ്രവണത വ്യാപകമായ സമയത്ത് നിങ്ങൾ കൊല്ലണ്ട, ഈ അമ്മത്തൊട്ടിലിൽ കൊണ്ടുവന്നാൽ മതി, കൊണ്ടുവന്ന് നിക്ഷേപിച്ചാൽ മതി, സർക്കാർ പോറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിലേക്ക് കോപ്പിയടിച്ചതാണ്. എങ്ങനെയാണ് ഉപ്പമാരില്ലാത്ത, അച്ഛന്മാരില്ലാത്ത മക്കൾ കേരളക്കരയിൽ ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. മക്കളെ വിറ്റ കഥയെക്കുറിച്ച് പണ്ട് കവികൾ പാടിയിരുന്നു. 4 പിഞ്ചു കുഞ്ഞിനെ നാണി വിറ്റതാണ് ഇന്നലെ, 6 നിന്റെ കുഞ്ഞിനെ ആരു വാങ്ങും ഈ ചന്തയിൽ എന്നൊരു കവി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 4 വിറ്റതാണ്, 6 പിന്നെ ആരാ നിന്റെ കുഞ്ഞിനെ വാങ്ങാൻ? കുഞ്ഞിനെ വിൽക്കാൻ ദാരിദ്ര്യം കൊണ്ട് ഒരു കാലത്ത് കേരളത്തിൽ അങ്ങനെ ഉള്ള അവസ്ഥയെക്കുറിച്ച് കവി വേദനയോടെ കുറിച്ചു വെച്ചിരുന്നു. ഇപ്പൊ അത് വിട്ട് കൊല്ലലായി മാറിയിരിക്കുന്നു. ഇവിടെയൊക്കെ അധാർമികതയുടെ, അരാജകവാദത്തിന്റെ കടന്നുകയറ്റം കടന്നു വന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നു. ഇപ്പോ ആണും പെണ്ണും തമ്മിലുള്ള അനുപാതത്തിൽ വരെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് 1060 സ്ത്രീകൾ എന്ന നിരക്കിൽ പെൺകുട്ടികൾ ഉണ്ടാവണമെന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ ഇപ്പോ 1960 എന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലേക്കടക്കം മാറിപ്പോയിട്ടുണ്ട്. അത്രേ ഹരിയാനയിൽ അത് 1731. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലിക്ക് വന്ന ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, എത്ര മക്കളുണ്ട്? പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തത്? കിട്ടുന്നില്ല. എത്ര വയസ്സായി? 43 വയസ്സായി. തേങ്ങ ഉരിക്കുന്ന പണിയാണ്. ഈ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരൊറ്റ പെണ്ണും ഭാര്യയായി നിൽക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാ ഭാര്യമാർക്കും, എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ ജോലി വേണം, അല്ലെങ്കിൽ വലിയ വരുമാനം വേണം. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങ് ഒഴിവാക്കി, ചിന്ത തന്നെ ഒഴിവാക്കി എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെ ഉടലെടുത്തിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങൾ. ഇത് ഒരു ക്യാമ്പയിനിലൂടെ പരിഹരിച്ചു കളയാം എന്നുള്ള മിഥ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ചർച്ച നടക്കണം, ഒരു ചിന്ത നടക്കണം. നമ്മുടെ ഉമ്മമാർ, പണ്ടുകാലത്ത് ഇന്നത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്ന ചിന്ത നമ്മുടെ ഉമ്മമാർ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ജനിക്കുമായിരുന്നില്ല. അതുകൊണ്ട്
നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ധാർമ്മികതയുടെ പാഠങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ കള്ളും കഞ്ചാവും അടിച്ച് നശിപ്പിച്ചു കളയുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചങ്ങമ്പുഴ തന്നെ കള്ളിനെ വർണ്ണിച്ചു വെള്ളം ചേർക്കാതെടുത്തോരമൃതിന്നു സമമാം നല്ലിളങ്കള്ള് ചില്ലിൻ വെള്ള ഗ്ലാസിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാംസാദി കൂട്ടി ചെല്ലും തോതിൽ ചെലുത്തി ചിരികളികൾ തമാശത്ത് മേളിപ്പതേക്കാൾ സ്വർഗലോകത്തും ലഭിക്കില്ലുപരി ഒരു സുഖം പോക വേദാന്തമേ നീ എന്നാണ്. നിങ്ങളുടെ വേദാന്തമൊന്നും വേണ്ട, ഇതിലും വലിയ സുഖമൊന്നും സ്വർഗത്തിലും കൂടി കിട്ടൂല. വെള്ളം ചേർക്കാതെടുത്തു ഒരമൃതിന് സമമാം നല്ലിളങ്കള്ള് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വർണ്ണിച്ചു പാടുകയാണ്. അങ്ങനെ സ്വർഗലോകത്തും കിട്ടാത്ത സുഖം കിട്ടേണ്ട ആളുകളെ കാണണമെങ്കിൽ നന്നായി കുടിച്ച് പൂസായിട്ട് ബസ് സ്റ്റാൻഡിൽ എവിടെയും കിടക്കുന്ന ആളെ കാണാം. നമ്മൾ വിചാരിക്കും ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത്, മൂപ്പര് സ്വർഗത്തിലാണ് കിടക്കുന്നത്. ഇതാണ് സ്വർഗീയ സുഖം എന്നാണ് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സകലമാന തിന്മകളുടെയും മാതാവ് മാത്രമല്ല, അൽ ഖംറു മിഫ്താഹു കുല്ലു ശർ, സകലമാന തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്ന് പറയുന്നത്. കേരളത്തിൽ ഇന്ന് നടക്കുന്ന വാഹനാപകടങ്ങളിൽ 100 വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ 70% വാഹനാപകടങ്ങൾ നടക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടാണ്. 45% കൊലപാതകങ്ങൾ നടക്കുന്നത് മദ്യലഹരിയിലാണ്. 35% സംഘട്ടനങ്ങൾ നടക്കുന്നത് മദ്യത്തിന്റെ ലഹരിയിലാണ്. 30% ആത്മഹത്യകൾ നടക്കുന്നത് മദ്യത്തിന്റെ പേരിലാണ്. സ്ത്രീകളുടെ ആത്മഹത്യ നടക്കുന്നതിൽ 100ൽ 90% ആത്മഹത്യയുടെ കാരണം മദ്യമാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, അത് കൊടുക്കരുത്, അത് കുടിക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ മലയാളക്കരയിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ഈ സ്ഥാനത്തെ, ഈ നാടിനെ കുറിച്ച് പാടിത്തന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഈ മണ്ണിലാണ് കല്ലുവാതുക്കൽ ദുരന്തമുണ്ടായത്, മട്ടാഞ്ചേരി ദുരന്തമുണ്ടായത്, അഞ്ചൽ ദുരന്തമുണ്ടായത്, വൈപ്പിൻ ദുരന്തമുണ്ടായത്. എത്രയെത്ര ദുരന്തങ്ങൾ, ചെറുതും വലുതുമായ ദുരന്തങ്ങൾ. ആരാണ് ഇതിനെ പിടിച്ചു കെട്ടാനുള്ളത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് അല്ലാഹു ചോദിച്ചപ്പോ നിങ്ങൾ വിരമിക്കാൻ തയ്യാറില്ലേ ഇതുപോലെയുള്ള മദ്യത്തിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയാൻ തയ്യാറായ ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് ചരിത്രത്തിന്റെ ഭാഗമായി പഠിച്ചു വെച്ചവരാണ്. അത് കഥയല്ല, അത് കെട്ടുകഥയല്ല. അങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ വിധാതാക്കൾക്ക് ഈ മലയാളക്കരയിൽ ദൗത്യം നിർത്തിവെക്കാനായിട്ടില്ല. ലഹരിയെ തുരത്താൻ, അരാജകവാദം തിരുത്താൻ, തിരുത്തിക്കാൻ, അതിനൊക്കെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ മറ്റു സഹപ്രവർത്തകർ കൂടി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സർവശക്തനായ അല്ലാഹു നമ്മുടെ നാടിനെ മുഴുവൻ നന്മയും വീണ്ടെടുക്കുവാനും എല്ലാ മനുഷ്യർക്കും നന്മ പ്രദാനം ചെയ്യുവാനും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതം നന്നാക്കുവാനും സമൂഹത്തിന്റെ ജീവിതം നന്നാക്കുവാനുമുള്ള അവസരം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.